ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 4ാമത്തെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൈറ്റ് വിറ്റേഴ്സ് ആൻഡ് ഫിസിക്കൽ വേൾഡിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് തന്നത്. നെക്സ്റ്റ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഹെഡിങ് തന്നെ ആദ്യം നമ്മൾ പറഞ്ഞാണ് ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്. 5 സ്കോറാണ് അതിലുള്ളത്. ഇപ്പോൾ മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് ഡെഫിനേഷൻസ് എല്ലാം നമുക്ക് ക്ലാസ് ടേബിളിൽ നോക്കി എഴുതാം. അപ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കയറ്റാൻ പറ്റും. ഒരു കാരണവശാലും അതിൽ പെൻസിൽ വെച്ചോ പേന വെച്ചോ എക്സ്ട്രാ ആയിട്ടോ ഒന്നും എഴുതി ചേർക്കരുത്. പിന്നെ നമ്മൾ ബുക്ക് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ് തന്നെ വാങ്ങിക്കണം. സ്റ്റാൻഡേർഡ് ക്ലാസ് ടേബിൾ തന്നെ പറഞ്ഞേക്കണം. അയാൾ വേറെ ലിയോ പബ്ലിഷിംഗ് കമ്പനിയുടെ ബുക്കുണ്ട്, വിദ്യാരംഭം ബുക്ക് സ്റ്റാളിൻ്റെ ബുക്കുണ്ട്. അത് ഡേറ്റ ബാങ്ക് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുമായിട്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മെഷർമെന്റ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു. ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഇൻ ടേംസ് ഓഫ് വിച്ച് ലോസ് ഓഫ് ഫിസിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. ഫിസിക്സിലെ നിയമങ്ങൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അളക്കാൻ പറ്റും. അളന്ന ആ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ഫിസിക്സിലെ പല നിയമങ്ങളും നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിൽ പലതുണ്ടാകാം. ലെങ്ത് ആകാം, മാസ് ആകാം. ഇപ്പം നമ്മൾ കടയിൽ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അരി അല്ലെങ്കിൽ ഉപ്പോട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മൾ പാക്കറ്റ് ആണെങ്കിൽ നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു പാക്കറ്റ് എടുത്ത് തരത്തുള്ളൂ. പക്ഷെ ലൂസായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് നമ്മൾ ഒരു ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെ ഉണ്ടാവും? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, ഒരു യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യൂ ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ യു എന്ന് എഴുതാം. ഇപ്പം എൻ എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്, യു എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. ഇനി ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡു നോട്ട് ചേഞ്ച് ഇഫ് യു ആർ ചേഞ്ചിങ് ദ യൂണിറ്റ്. അതിൻ്റെ അർത്ഥം നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ മാറുന്നതനുസരിച്ച്, യൂണിറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് മാറുന്നതനുസരിച്ച് ന്യൂമറിക്കൽ വാല്യൂ മാറും, പക്ഷേ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വില മാറ്റമില്ല. എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പോൾ 1 മീറ്റർ എന്ന് നമ്മൾ എഴുതുമ്പോൾ അത് നമുക്ക് 100 സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 1000 മില്ലിമീറ്റർ എന്ന് എഴുതാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് മാറി? യൂണിറ്റ് മാറി. യൂണിറ്റ് മാറുന്നതനുസരിച്ച് ഏത് മാറും? ന്യൂമറിക്കൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ അതിൻ്റെ വില അത് മാറ്റിയില്ല. മീൻസ് 1 മീറ്റർ തന്നെയാണ് 100 സെന്റിമീറ്റർ, മാറ്റിയില്ല. അതുപോലെ തന്നെ 1 കിലോഗ്രാം നമ്മൾ പോയിട്ട് അരി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ കടക്കാരൻ്റെക്ക് ചേട്ടാ എനിക്ക് 1 കിലോഗ്രാം അരി വേണം എന്ന് പറഞ്ഞാലും, എനിക്ക് 1000 ഗ്രാം അരി വേണം എന്ന് പറഞ്ഞാലും അതിൻ്റെ മീൻസ് നോക്കുക, 1,00,000 മില്ലിഗ്രാം, 1,00,000 മില്ലിഗ്രാം 10,00,000 മില്ലിഗ്രാം അരി വേണമെന്ന് പറഞ്ഞാലും മീനിങ് എല്ലാം ഒന്ന് തന്നെയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യാതൊരുവിധ മാറ്റമില്ല. ഇനി 1 അവർ എന്ന് പറഞ്ഞാലും 60 മിനിറ്റ് എന്ന് പറഞ്ഞാലും 3600 സെക്കൻഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താ? ന്യൂമറിക്കൽ വാല്യൂ മാറുന്നതനുസരിച്ച് യൂണിറ്റ് മാറുന്നുണ്ട്, പക്ഷേ അതിന്റെ ക്വാണ്ടിറ്റിയുടെ അളവിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അപ്പോൾ അത് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു. Measurement is a process of comparison of an unknown quantity with a non-standard unit of that physical quantity. Measurement എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കിലോഗ്രാം അരി വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും ഡിജിറ്റൽ ബാലൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രോസസ്സ് കാണാൻ പറ്റത്തില്ല. പക്ഷേ പണ്ടത്തെ ഒരു സിസ്റ്റം വെച്ച് പറയുകയാണെങ്കിൽ ഒരു ത്രാസിന്റെ 2 പാൻ ഉണ്ടാവും. അപ്പോൾ ഒരു പാനിൽ അവർ 1 കിലോഗ്രാം എന്ന് എഴുതിയ ഒരു ഇരുമ്പ് കട്ട ഉണ്ടാവും, അത് ഇവിടെ എടുത്തു വെക്കും.
ഇവിടെ അരിയുടെ അളവാണ് നമുക്ക് അറിയാൻ പാടാത്തത്, അൺനോൺ ക്വാണ്ടിറ്റിയാണ്. ഇത് അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അറിയാൻ വയ്യാത്ത ക്വാണ്ടിറ്റി ഇത് ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുന്നു. ഇപ്പൊ മെഷർമെന്റ് ഈസ് എ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് ആൻ unknown quantity with a non-standard quantity of the same type. എന്ന് വെച്ചാൽ മനസ്സിലായിക്കോണമായിരിക്കും. അരി അളക്കാനായിട്ട് ഇത് മീറ്റർ സ്കെയിലാണ്, മീറ്റർ സ്കെയിലുമായിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ അരി അളക്കാനായിട്ട് നമുക്ക് വേണ്ടത് അരിയായിട്ട് ബന്ധപ്പെട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട അരിപ്പ് കട്ടയാണ് ആവശ്യം. ഇനി നമുക്ക് നീളം അളക്കണം, ഒരു മുറിയുടെ നീളം അളക്കണം. നീളം അളക്കാനായിട്ട് നമുക്ക് കിലോഗ്രാമിന്റെ കട്ടിയായിട്ട് പോയിട്ട് എന്നിട്ട് നീളം അളക്കാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? മീറ്റർ സ്കെയിൽ വേണ്ടി വരും. ഇനി നമുക്ക് കറണ്ട് അളക്കണം. കറണ്ട് അളക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ചിട്ടാണ് കറണ്ട് അളക്കുന്നത്. അത് മീറ്റർ സ്കെയിലുമായിട്ട് പോയിട്ട് ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ കറണ്ട് അളക്കാനുള്ള ഉപകരണമാണ് അമീറ്റർ. അപ്പൊ അമീറ്ററായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അളക്കാം. അപ്പൊ എന്താണ്? മെഷർമെന്റ് ഈസ് എ പ്രോസസ് ഓഫ് comparison of an unknown quantity with a non-standard quantity unit of the same kind. ഇപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു, മെഷർമെന്റ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് യൂണിറ്റ് എന്താന്ന് നോക്കാം. യൂണിറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ദ നോൺ സ്റ്റാൻഡേർഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഉണ്ട്. അത് പണ്ടത്തെ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഐറ്റമായിട്ട് ചെല്ലുക, ആ ഐറ്റം കൊടുത്തിട്ട് അവിടെ കിട്ടുന്ന മറ്റൊരു ഐറ്റം നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വരാം. അന്ന് രൂപയൊന്നും ഇല്ല. അപ്പം അതാണ് വാട്ടർ സിസ്റ്റം എന്നുള്ളത്. ആ സിസ്റ്റമൊക്കെ മാറി ഇപ്പം നമ്മൾ പൈസ ആയിട്ടാണ് ചെല്ലുന്നത് അല്ലേ. ഇന്ത്യയിൽ നമ്മൾ രൂപയാണ് ഉപയോഗിക്കുന്നത്, അമേരിക്കയിൽ അമേരിക്കൻ ഡോളർ, സിംഗപ്പൂരിൽ സിംഗപ്പൂർ ഡോളർ, കുവൈറ്റ് ദിനാറാണ്. അപ്പോൾ ഈ രൂപയായിട്ട് നമ്മൾ സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ ആ രൂപ അവിടെ എടുക്കത്തില്ല. അപ്പോൾ ആ സിംഗപ്പൂർ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്ക് അവിടെ എടുക്കത്തുള്ളൂ. അപ്പോൾ പണ്ട് കാലത്ത് പല സിസ്റ്റം ഓഫ് യൂണിറ്റും പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നു. അതിലേറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള 3 സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സിസ്റ്റം പറയുന്നത് CGS സിസ്റ്റം. CGS സി എന്ന് പറയുന്നത് സെന്റിമീറ്റർ, ജി ഗ്രാം ആണ്, എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പോൾ CGS സിസ്റ്റം ഒരു ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. പണ്ട് കാലത്ത് ഫ്രാൻസിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് CGS സിസ്റ്റം. അപ്പോൾ നീളം അളക്കാനായിട്ട് സെന്റിമീറ്ററിലും, മാസ് അളക്കാനായിട്ട് ഗ്രാമിലും, ടൈം അളക്കാനായിട്ട് സെക്കൻഡുമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഫ്രാൻസിലുണ്ടായിരുന്ന മറ്റൊരു സിസ്റ്റമാണ് MKS സിസ്റ്റം. അതും ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. മാസ് അളക്കാനായിട്ട് കിലോഗ്രാം ആയിരുന്നു, ലെങ്ത് അളക്കാനായിട്ട് മീറ്റർ ആണ് ഉപയോഗിച്ചിരുന്നത്. മാസ് അളക്കാനായിട്ട് കിലോഗ്രാം, ടൈം അളക്കാനായിട്ട് സെക്കൻഡ്. അതേസമയത്ത് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്, FPS. ഇപ്പോഴും നമ്മൾ പൗണ്ട് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ ഫൂട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പം ലെങ്ത് അളക്കാനായിട്ട് അടി കണക്ക് പറയാറുണ്ട്. 1 അടി, 2 അടി, 3 അടി എന്ന രീതിയിൽ നമ്മളിപ്പോഴും പറയാറുണ്ട്. ഫൂട്ട് കണക്കാണ്. ഇനി എസ് എന്നുള്ള സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ FPS സിസ്റ്റം എന്നത് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിരുന്നു. നേരെ മറിച്ച് ആദ്യത്തെ 2 എന്നുള്ളത് ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫ്രഞ്ച് സിസ്റ്റം ഓഫ് യൂണിറ്റിലുള്ള 2 ആയിരുന്നു. CGS ഉണ്ട്, MKS ഉണ്ട്. ബ്രിട്ടീഷ് സിസ്റ്റമാണ് FPS. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ടേബിൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിസിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് ഈ 1962 കാലഘട്ടത്തിൽ, കാരണം നമുക്കറിയാം ഇപ്പൊ അമേരിക്കയിൽ, ഇന്ത്യയില് നമ്മുടെ ഈ വീട്ടില് കോല് കണക്ക് നിങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. തടിയൊക്കെ അളക്കുന്ന ഒരു ആശാരിമാരൊരു വടിയായിട്ടാണ് വരുന്നത്. ഒരു കോല് കണക്കിനാണ് അളന്നു പോകുന്നത്. ആ കോലുമായിട്ട് നമ്മൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. ഓരോ രാജ്യത്തും ഓരോ സിസ്റ്റമോ യൂണിറ്റ് ആണ്. അത് മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇതിനൊരു പോംവഴി ഉണ്ടാവണമല്ലോ. അതിനു വേണ്ടിയിട്ട് 1962
ഫ്രാൻസിൽ സിവറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ സയന്റിസ്റ്റുകളുടെ കോൺഫറൻസ് ആണ്. ലോകത്തുള്ള എല്ലാ എമിനന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെയും ഒരു മീറ്റിംഗ് ആയിരുന്നു നടന്നത്. അപ്പൊ ആ മീറ്റിങ്ങിൻ്റെ അകത്ത് അവര് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സെലക്ട് ചെയ്തു സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം 7 എന്തിനാ ഉപയോഗിച്ചു, വേണമെങ്കിൽ 10ഓ 15ഓ 7 അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ 7 എന്ന കണക്കാണ് അന്ന് സെലക്ട് ചെയ്തത്. 7-ലധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ നിൽക്കത്തില്ല എന്ന രീതിയിൽ അവര് പറഞ്ഞു. അവർ എന്നിട്ട് തീരുമാനത്തിൽ 7 ബേസ് ക്വാണ്ടിറ്റീസ് എടുത്തു. ആ ബേസ് ക്വാണ്ടിറ്റി എടുത്തു, ബേസ് യൂണിറ്റും എടുത്തു. 7. ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഈ 7ന്റെ മൾട്ടിപ്ലിക്കേഷനായിട്ടോ ഡിവിഷനായിട്ടോ എഴുതി വെക്കാൻ പറ്റും എന്നവര് പ്രൂവ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ആ 7 ക്വാണ്ടിറ്റീസിന് നമ്മൾ വിളിക്കുന്നത് ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. രണ്ടാമത്തെ ഗണത്തിൽ വരുന്നതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ്. ഡിറൈവ്ഡ് ആ വാക്കിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെല്ലാം ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഗണത്തിൽ വരുന്നതെല്ലാം 7 എണ്ണത്തിനെ ഫണ്ടമെന്റൽ. അപ്പൊ നമ്മൾ ഈ സപ്ലിമെന്ററി പരീക്ഷ നിങ്ങൾ കേട്ട് കാണും. ഈ സപ്ലിമെന്ററി പരീക്ഷ എന്ന് പറയുന്നത് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം എഴുതിയാൽ മതി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് സപ്ലിമെന്ററി ആയിട്ട് അവരെടുത്തു. ഒന്ന് പ്ലെയിൻ ആംഗിൾ അളക്കാനായിട്ടുള്ള റേഡിയൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു. പ്ലെയിൻ ആംഗിൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. പിന്നെ സോളിഡ് ആംഗിൾ, ഒരു സ്പിയർ ആണെങ്കിൽ അവിടെ നമ്മൾ സോളിഡ് ആംഗിൾ ആണ്. അപ്പൊ സോളിഡ് ആംഗിളിന്റെ ഒക്കെ മെഷർമെന്റിന്റെ വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റിറേഡിയൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് കൂടെ. അതിന്റെ സിമ്പിൾ SR ആണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എത്ര ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എടുത്തത്? 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു. അപ്പൊ അതിന്റെ 7 യൂണിറ്റും വരും, സിമ്പിളും വരും. അപ്പൊ ആ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ പലയിടത്തും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റ് എഴുതി വെച്ച കാണാം. ഓരോരുത്തരും മനസ്സിലുള്ള ചിന്താഗതിയാണ് അത് എഴുതിയ. സയൻസ് പഠിച്ച ഒരാളും അങ്ങനെ എഴുതി വെക്കത്തില്ല. പക്ഷെ സയൻസ് പഠിക്കാത്ത ആൾക്കാർ എഴുതി വെച്ച കാര്യങ്ങളാണ് അവിടെ അങ്ങനെ വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബോർഡ്, ഈ ഡിസ്റ്റൻസ് ഒക്കെ എഴുതി വെച്ച ബോർഡ് നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതിനകത്ത് കൊല്ലം ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ നേരെ 180 ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. ഇത് ഫിസിക്സുകാരാണ്. സാധാരണക്കാരൻ വായിക്കുന്നത് കിലോമീറ്റർ എന്നായിരിക്കാം. പക്ഷെ ഫിസിക്സുകാരൻ വായിക്കാൻ പോണത് കെൽവിൻ മെഗ എന്നേ വായിക്കത്തുള്ളൂ. എങ്ങനെയാണ്? കെൽവിൻ മെഗ. ഇത് കിലോമീറ്ററിന്റെ സിമ്പിൾ അല്ല. ഇപ്പൊ കിലോമീറ്ററിന്റെ സിമ്പിള് നമ്മൾ എഴുതി വെക്കുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്ററിലേ ഉപയോഗിക്കുന്നുള്ളൂ. KM എന്ന് എഴുതി വെക്കത്തുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് ലെങ്ത് ഒരു ബേസ് ക്വാണ്ടിറ്റിയിൽ ഒന്നാണ്. ബേസ് ക്വാണ്ടിറ്റിയിൽ 7 എണ്ണം വരുന്നുണ്ട്, ലെങ്ത് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ വരുന്ന? മാസ് വരുന്നുണ്ട് അല്ലെ? മാസ് 3, ടൈം 4, ഇലക്ട്രിക് കറണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് ടേബിളിലുണ്ട്. ഇലക്ട്രിക് കറണ്ട് സിമ്പിള് I ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, T6, amount of substance, amount of substance 7, luminous intensity, പ്രകാശ തീവ്രത. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്ത് കുറെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യം ആ
അതിന്റെ ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട. മീറ്ററിന്റെ ഡെഫിനേഷൻ ക്ലാസ് ടേബിളിൽ നിന്ന് നോക്കി എഴുതാം. ഉറപ്പായിട്ട് ആ ബുക്ക് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് യാതൊരു വിധം പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലെങ്ത് അളക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ. അപ്പോൾ METR എന്നാണ് ബ്രിട്ടീഷ് സിസ്റ്റം. METR എന്നുള്ളത് അമേരിക്കൻ സിസ്റ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉപയോഗിച്ചാലും തെറ്റൊന്നും വരത്തൊന്നുമില്ല. മീറ്ററിന്റെ സിമ്പൽ എന്നുള്ളത് M ആണ്. ഇനി മാസ് അളക്കുന്നത് കിലോഗ്രാം. അപ്പൊ കിലോഗ്രാമിന്റെ സിമ്പല് സ്മോൾ ലെറ്റർ kg എന്നാണ്. ടൈം അളക്കുന്നത് സെക്കൻഡ് ആണ്, സിമ്പല് S ആണ്. ഇലക്ട്രിക് കറന്റ് അളക്കുന്നത് ആംപിയർ. ഇപ്പൊ യൂണിറ്റ് എഴുതുമ്പോൾ ഒരു കാരണവശാലും കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ആംപിയർ സിമ്പൽ ഉപയോഗിക്കുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അവിടെ ഉപയോഗിക്കുന്ന കെൽവിൻ എന്നാണ്. അപ്പൊ സിമ്പല് കാൽക്കുലേറ്റർ K ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കാൻഡില മോൾ എന്നാണ്. MOLE. യൂണിറ്റ് എഴുതുമ്പോൾ MOL എന്ന് എഴുതിയാൽ മതി. MOLE ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇത് യൂണിറ്റ് MOL. സിമ്പല് MOL ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില CD. സ്മോൾ ലെറ്റർ CD എന്നാണ്. അപ്പോൾ എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓർത്തിരുന്നാൽ മതി? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓർത്തിരിക്കുക. അതിന്റെ സിമ്പല് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി പഠിക്കുക. യൂണിറ്റ് എഴുതുമ്പോൾ വേർഡ്സിലാണ് എഴുതണമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കത്തില്ല. പ്രത്യേകിച്ച് സയന്റിസ്റ്റുകളുടെ പേര് വരുമ്പോൾ കാൽക്കുലേറ്ററിൽ എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഇതാണ് കറക്റ്റ്. ന്യൂട്ടൺ എഴുതുമ്പോൾ അത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. സിമ്പല് സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് റോങ് ആണ്. ക്യാപിറ്റൽ എന്നാണ് സിമ്പല് കറക്റ്റ്. ഇപ്പോൾ യൂണിറ്റ് ഒക്കെ എഴുതുമ്പോൾ സയന്റിസ്റ്റിന്റെ പേരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സയന്റിസ്റ്റ്, ക്യൂറി ഒരു റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യൂറി. അതുപോലെ തന്നെ റൂദർഫോർഡ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് വരും. അപ്പൊ അവരുടെ പേരിൽ എഴുതുമ്പോൾ ഒരിക്കലും സയന്റിസ്റ്റിന്റെ പേരിൽ വരുന്നതെല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു സ്മോൾ ലെറ്ററിൽ സെന്റൻസ് ആയിട്ട് എഴുതാറുള്ളൂ. സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി എഴുന്നേക്കാം. പിന്നെ സപ്ലിമെന്ററി ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട 2 കാര്യങ്ങൾ. പ്ലെയിൻ ആംഗിളിന്റെ റേഡിയൻ എന്നാണ്. റേഡിയൻ അതിന്റെ സിമ്പല് RAD എന്നാണ്. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് സ്റ്റിറേഡിയൻ. അത് ക്ലാസ് ടേബിളിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി എഴുതാം. അതൊന്നും ഇങ്ങനെ ഓർത്തിരിക്കാൻ പ്രയാസമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ക്ലാസ് ടേബിൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോയി നോക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ക്യാൻ യു മെഷർ ദ തിക്നെസ് ഓഫ് എ പേപ്പർ? ഇത് ഈ ബുക്കിന്റെ പേപ്പറിന്റെ തിക്നെസ്. ഈ ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേപ്പറിന്റെ തിക്നെസ് അളക്കാനായിട്ട് എന്ത് ചെയ്യണം? അപ്പൊ അത് മീറ്റർ സ്കെയിൽ വെച്ച് അളക്കാനായിട്ട് സാധ്യമല്ല. പക്ഷേ ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഈ പേപ്പറിന്റെ തിക്നെസ് അളന്നു, ടോട്ടൽ തിക്നെസ് അളന്നു. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടുന്നത് 2.8 സെന്റിമീറ്റർ. അപ്പൊ അത് ഞാനിപ്പോ എണ്ണി നോക്കിയപ്പോൾ 180 പേപ്പറുണ്ട്. 180 പേപ്പറിന്റെ തിക്നെസ് ആണ് 2.8. അപ്പോൾ ഒരു പേപ്പറിന്റെ തിക്നെസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2.8നെ ആ 180 വെച്ച് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഈ ബോളിന്റെ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാം? എന്താണ് മീറ്റർ സ്കെയിൽ? ഇത് വെച്ച് അളക്കാൻ പറ്റുമോ? ഡയമീറ്റർ അളക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് ഈ നൂല് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റൗണ്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഒരു മാർക്ക് ഞാൻ റെഡ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെങ്ത് അളക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പോ ആ ലെങ്ത് എന്നുള്ളത് 2πr ആണ്. അപ്പൊ 2πr ആണ് 20 സെന്റിമീറ്റർ.
അപ്പോൾ ഡയമീറ്റർ എന്നുള്ളത് 2r ആണ്, ഈക്വൽ ടു 20/π. പൈയുടെ വാല്യൂ 3.14 ആണ്. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 3.14, അപ്പോൾ 6.37 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ ഡയമീറ്റർ കിട്ടി. ഒരു കാര്യം മറന്നുപോയി, നിങ്ങൾ ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ വാങ്ങിക്കണം. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ കുട്ടികൾ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ മുകളിൽ ഒരു സീരീസ് എഴുതിയിരിക്കും നമ്പർ. FX100 വരെയുള്ള കാൽക്കുലേറ്റർ നിങ്ങൾക്ക് വാങ്ങിക്കാം. FX100 സയന്റിഫിക് കാൽക്കുലേറ്റർ, FX100 താഴെയുള്ള കാൽക്കുലേറ്റർ നിങ്ങൾ വാങ്ങിക്കാം. അത് പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാം. അപ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ ലാബിലും ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിച്ചേക്കുക. അപ്പോൾ ഞാൻ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഞാനിപ്പോൾ ഡിസ്കഷൻ ചെയ്തത് മെഷർമെൻറ്റ് എന്താണെന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നും മെഷർമെൻറ്റ് ആ പ്രോസസ്സ് എന്താണെന്നും സിസ്റ്റം ഓഫ് യൂണിറ്റ്, പല സിസ്റ്റം ഓഫ് യൂണിറ്റ് നമ്മൾ ഡിസ്കഷൻ നടത്തി. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പഠിപ്പിച്ച് നിർദ്ദേശിച്ച ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഡെഫിനേഷനും എല്ലാം നിങ്ങൾക്ക് ആ കൈറ്റ് വിറ്റേഴ്സ് ആണെങ്കിൽ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. അത് എഴുതിയേക്കുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, അത് ക്ലാസ് ടേബിളിൻ്റെ അകത്തുള്ളതാണ്. പിന്നെ ഹൗ ടു മെഷർ the diameter of the board using meter scale, how to measure the thickness of the paper using meter scale, അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നടത്തി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.